ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയം ഉളുഹിയ്യത്തിൻ്റെ മതവിധിയാണ്. നിർബന്ധമാണോ സുന്നത്താണോ? ആർക്കാണ് ഇത് ബാധിക്കുന്നത്? ഉളുഹിയ്യത്ത് എന്നുള്ളത് ഒരു സുന്നത്തായ കർമ്മമാണ്. മുഅക്കദായ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ അത് നിർബന്ധമാണ് എന്ന് വരെ ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഒഴിവാക്കിയാൽ അത് കറാഹത്താണ്. ഈ സുന്നത്തായ ഉളുഹിയ്യത്ത് നിർബന്ധമാകുന്ന ആർക്കാണ്? ഉളുഹിയ്യത്ത് നേർച്ചാക്കി കഴിഞ്ഞാൽ അത് നിർബന്ധമാകും. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വീഡിയോയിൽ പറയും. ഈ മുഅക്കദായ സുന്നത്ത് ഉളുഹിയ്യത്ത് അത് സുന്നത്താകുന്നത് ഒരു പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായി ശേഷിയുമുള്ള ആളായിരിക്കണം. അതായത് പെരുന്നാളിൻ്റെ അന്ന്, അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ രാത്രിയും ആ ഒരു ദിവസം അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകൾ, ആ ആളുകൾക്ക് ആർക്കാണ് ചെലവെടുക്കൽ നിർബന്ധമുള്ളത് അവർക്കും തൻ്റെ ആവശ്യവും കഴിച്ചിട്ട് ബാക്കിയുള്ള പണം, ആ പണം ഉളുഹിയ്യത്തിൻ്റെ ഒരു മൃഗം വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു പങ്കു ചേരുവാൻ അവനക്ക് സാധിക്കുന്നുവെങ്കിൽ അവൻ ഉളുഹിയ്യത്ത് അറുക്കൽ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കറാഹത്താണ്. എന്നാൽ ചില ഇമാമിങ്ങൾ പറയുന്നത് കാണാൻ കഴിയും, ഉളുഹിയ്യത്തിൻ്റെ അന്ന്, അതായത് ഉളുഹിയ്യത്ത് അറുക്കുന്ന പെരുന്നാളിൻ്റെ അന്ന് രാത്രി മാത്രമല്ല, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലും ആവശ്യമായ അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകൾ, ആ ആളുകളുടെ ആവശ്യവും കിഴിച്ചിട്ട് ബാക്കിയുള്ളതാണെന്ന് ഇമാമിങ്ങൾ പറയും. ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമാണ്. എന്നാൽ തുഹ്ഫയിലും നിഹായിലൊക്കെ മുഅ്തമദാക്കിയത് പെരുന്നാളിന് അന്നത്തെ രാത്രിയും അന്നത്തെ പകലും അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള അവൻ്റെ ആവശ്യവും കഴിച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ഉളുഹിയ്യത്തിന് മതിയാകുമെങ്കിൽ സുന്നത്താണ് എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. മറ്റുള്ള ചില ഇമാമികൾ പറയുന്നത് പെരുന്നാൾ അന്ന് മാത്രം കൂട്ടിയാൽ പോരാ, അന്നും കൂട്ടണം. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിലും അവൻ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകളുടെയും അവൻ്റെയും ആവശ്യം എത്രയാണോ അതും കഴിച്ചിട്ട് ബാക്കി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ കേരളക്കാരായ ആളുകളും തുഹ്ഫയിലും നിഹായിലൊക്കെ മുഅ്തമദാക്കിയത്, പ്രബലമാക്കിയത് എന്താണോ അതാണ് ഇത്തിബായ് ചെയ്യുന്നത്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസവും അതിൻ്റെ ആ രാത്രിയിലും നമ്മൾ ചെലവെടുക്കുന്ന നിർബന്ധമുള്ള ആളുകളുടെ എല്ലാം കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ പണം ഉളുഹിയ്യത്തിന് മതിയാകുമെങ്കിൽ അത് ശക്തമായ സുന്നത്താണ്, ഒഴിവാക്കാൻ പാടില്ല, നല്ലതല്ല, സുന്നത്താണ്. എന്നാൽ ഇത് സുന്നത്ത് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചില ആളുകൾ, നമ്മൾ വീട്ടിൽപ്പെട്ട ആരെങ്കിലും, നമ്മൾ താമസിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അറുത്താൽ അത് മതിയാകുമോ? ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും, ജ്യേഷ്ഠന്മാരും അന്യന്മാരും, അവരെല്ലാം താമസിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചിലവിന് തരാൻ നിർബന്ധമില്ലാത്ത ആളുകളായിരിക്കാം. എന്നാൽ പോലും ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് അതിൻ്റെ തൊലബ് വിടും. തൊലബ് വിടുക എന്ന് പറയുമ്പോൾ ആഖിറത്തിലുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം വിടും. പക്ഷെ കൂലി അർത്താക്കുണ്ടാവുക. എല്ലാവർക്കും സുന്നത്താണ്, എല്ലാവർക്കും അത് അറുക്കൽ സുന്നത്താണ്. എന്നിരുന്നാലും ഒരു വീട്ടിൽ താമസിക്കുന്ന എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരാൾ അത് ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് ആഖിറത്തിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷകൂട്ടും ഏതെങ്കിലും ഒരാൾ അർത്താൻ. പക്ഷെ അർത്ഥാക്കാണ് അതിൻ്റെ കൂലി സവാബ് ലഭിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതല്ല. ഹനഫി മദ്ഹബിൽ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുടെ മദ്ഹബിൽ ഉളുഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശക്തമായ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വീഡിയോകൾ മറ്റുള്ള ദിവസങ്ങളിൽ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.